1975 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം 50 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ 50 ഇയേഴ്സിന് മുമ്പുണ്ടായിരുന്ന ക്യാൻസർ രോഗികളുടെ 50 ടൈംസ് കൂടുതലാണ് ഇപ്പോഴേ കാണുന്നത്. അപ്പം അതുകൂടാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുള്ളിയെ ഡയഗ്നോസ് ചെയ്ത് എറണാകുളത്ത് ട്രീറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് മരണപ്പെട്ടു. അപ്പോൾ ഇത് തന്നെ വല്ലാതെ ഉലച്ചൊരു സംഭവമാണ്. നമ്മുടെ ധാരാളം ആൾക്കാർ മരിക്കുന്നത് കാണുന്നുണ്ട്. കൊച്ചുകുട്ടികൾ, നമ്മുടെ ക്ലാസ്മേറ്റ്സുകൾ, ഇവരെല്ലാവരും ക്യാൻസർ രോഗമായിട്ട് മരിക്കുന്നുണ്ട്. പഴയ കാലത്ത് ഇങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ ക്യാൻസറായിട്ട് രോഗികൾ ഉണ്ടാകത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടിപ്പോൾ ഞാൻ ഡോക്ടർ ശ്രീദേവായിട്ട് സംസാരിച്ചു. അപ്പം ജനിതക വൈകല്യങ്ങൾ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ക്യാൻസേഴ്സ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ധാരാളം ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാക്സിനേഷനുണ്ട്, അത് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പെനിയൽ ക്യാൻസർ, സർവിക്കൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, ദെൻ വാർഡ്സ്, കൊണ്ടൈലോമാസ്, ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളെ ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ സയൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. ആ ഒരു ആസ്പെക്റ്റിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. കാരണം ഒരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചികിത്സാഭാരം, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, അതിൻ്റെ ഫാമിലി ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഒരു ഏണിംഗ് മെമ്പറിനെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ, നേഴ്സസൊക്കെ അവിടെ വരും. അവർ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നീ ഫാദർ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മദർ മരിച്ചു പോയിട്ടുണ്ടാവും, സിംഗിൾ ചൈൽഡ് ആയിരിക്കും. റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പം 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഫാദർ മരിച്ചു പോയാണ് ഡ്യൂ ടു ക്യാൻസർ. അപ്പോൾ അന്ന് തൊട്ടേ ഈ പയ്യനുണ്ടായിരിക്കുന്ന മെൻ്റൽ ആ ഒരു സ്ട്രെസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ്, വൈ കോണ്ട് യു പ്രിവെൻറ്റ്? ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സയൻസ് വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്.